ഉപ്പിലിടും അല്ലേ? കഴിവും അല്ലേ? ഈ സ്ഥലത്തിന്റെ പേരാണ് പുതുക്കുറിച്ചി കേട്ടോ. ഇതിന്റെ അടുത്തുള്ള സ്ഥലമാണ്. ശരിക്കും കാഴ്ച പോകും. ഇതെന്തോ സാധനമാണ് കേട്ടോ? കല്ലുമ്മേക്കായുടെ വലുതല്ലേ? ഓ, യൂട്യൂബിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ. ആനക്കക്ക നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓ, ഇത് കണ്ടോ ആനക്കക്ക. നല്ല വെയിറ്റ് ഉണ്ട്. ഒരു 250 ഗ്രാമെങ്കിലും വരും. ഇറച്ചി കൂടുതലാണല്ലേ ഇതില്. എത്ര രൂപ ഇത്? 3 500. ഇതെങ്ങനെ വെള്ളം തിളപ്പിച്ച കല്ലുമ്മേക്കായ പോലെ വലുത് കേട്ടോ. ഭയങ്കര വലുതാണ്. കാരണം നല്ല വെയിറ്റ് ഉണ്ട്. വാങ്ങണോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കല്ലുമ്മേക്ക. ചെറുത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഭയങ്കര വലിയ സൈസ് നല്ല വെയിറ്റ് ഉണ്ട്. ഒരു 250 ഗ്രാമെങ്കിലും കുറഞ്ഞത് വരും. നല്ല വെയിറ്റ് ഉണ്ട്. അതിനകത്ത് നല്ല ഇറച്ചിയുണ്ടെന്ന്. നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് ഏകദേശം 29 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന, അതായത് പ്രകൃതി ഭംഗിയും ചരിത്രവും ഇഴചേർന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന പെരുമാതുറ. 8-ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ടതാണ് പെരുമാതുറയുടെ ചരിത്രം കേട്ടോ. പെരുമാളിൻ്റെ ഭവനം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അദ്ദേഹം മക്കയിലേക്കുള്ള യാത്രക്കിടയിൽ ഇവിടെ താമസിച്ചിരുന്നുവെന്നും ആ സമയത്താണ് ഇസ്ലാം മതം സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചതെന്നും ചരിത്രരേഖകളും ഐതിഹ്യങ്ങളും പറയുന്നു കേട്ടോ. വിശാലമായ സുവർണ മണൽത്തീരവും കായലും കടലും ഒന്നിക്കുന്ന സംഗമ ഭൂമിയും ഇവിടുത്തെ പ്രധാന പ്രത്യേകതയാണ്. അതുപോലെ പച്ചപ്പ് നിറഞ്ഞ തെങ്ങിൻ തോപ്പുകളും പരമ്പരാഗത കയർ നിർമ്മാണവും അതുപോലെ ഇവിടുത്തെ ഗ്രാമീണ ജീവിതത്തിൻ്റെ മനോഹരവുമായ ഭംഗി പറഞ്ഞറിയിക്കേണ്ടത് തന്നെ കേട്ടോ. പെരുമാതുറയിലെ കടലും കായലും പുഴയും ഒത്തുചേരുന്ന ഈ പ്രദേശത്തിന് പറയുന്ന പേരാണ് മുതലപ്പൊഴി എന്ന് കേട്ടോ. ഇത് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ്. അതേസമയം ഈ പ്രദേശം മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ദുരന്തങ്ങളും സമ്മാനിക്കുന്നുണ്ട് കേട്ടോ. ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണം മൂലം അഴിമുഖം അപകടകരമായി മാറുകയും നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തതുകൊണ്ട് ഇതിനെ മരണമുഖം എന്നും ആളുകൾ വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ. നിരവധി അപകടങ്ങൾ പതിവായതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് കേട്ടോ. എന്നാൽ അതുക്കും മേലെ സഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ മനോഹരമായ അനുഭവം നൽകുന്ന ഈ തീരദേശ ഗ്രാമവും അഴിമുഖവും എടുത്തു പറയേണ്ട ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ വെയിൽ തുടങ്ങിയിട്ടില്ല, രാവിലെയാണ്. ഒരു 9 മണി ആയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കും. ഈവനിങ് ഒക്കെ വരുന്നതാണ് നല്ലത്. ഇവിടെ വരുന്നെങ്കിൽ വേളി വഴിയും വരാം, പിന്നെ കഴക്കൂട്ടം ആ റോഡ് വഴിയും വരാം കേട്ടോ. ബൈപ്പാസ് ഇല്ലേ, കഴക്കൂട്ടം ബൈപ്പാസ്. ചൂണ്ട കിട്ടിയാ മീന് കിട്ടിയത് കൊടുത്താ? ഏത് മീനായിരുന്നു? പാരയാ? വലുതാ? ചൂണ്ടയെടുത്ത് ആ പക്ഷികൾ കണ്ട ഒരുമിച്ച് പറക്കുന്ന കണ്ട ഓണ്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ചൂണ്ടയിടുന്നു. മീൻ കിട്ടിയാ? കിട്ടിയില്ലേ? കുറേ സമയമായോ? തിരിയാരായി. എല്ലാവരും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണ്.
ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ ഈ പാലത്തിൽ എനിക്ക് ചൂണ്ടയിടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ ഒരു ദിവസം ചൂണ്ടയും കൊണ്ട് വരും. നമ്മൾ പാലത്തിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നേ. നമുക്ക് അവിടെ അവർ മീൻ പിടിക്കുന്നതാണ്. കണ്ടോ പാലം കണ്ടോ? ഇവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. വരുന്നവർക്ക് വലിയ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 2 വീലർ ആണെങ്കിലും ഒക്കെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. നോക്കൂ, ഇവിടെ മീൻ പിടിക്കുകയാണ്. പോയി നോക്കാം. അതിനകത്ത് എന്തോന്ന്? ആ മണ്ണ്. നമുക്ക് അടിപൊളിയല്ലേ? അങ്ങോട്ട് പോയി നോക്കാം. വലയൊക്കെ ഇങ്ങനെ നിവർത്തിയിട്ടിരിക്കുന്നു, ഉണങ്ങാനായിരിക്കും. പട്ടിയെ വിളിക്കണേണ്, വാ മക്കളെ വാന്ന്. അത് ഓടിച്ചെല്ലും നോക്ക്. വിളിച്ചപ്പോ അവിടെ ഇരിക്കേ. എന്ത് സ്നേഹവും നോക്ക്. വെള്ളത്തിൻ്റെ അകത്തുനിന്ന് വെള്ളം കോരി കളയുന്നതാണ്. വെള്ളം കോരി കളയുന്നേ? വെള്ളം കോരി കളയുന്നതാ? കഷ്ടപ്പാട്. ആ കടലൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. നീലയും പച്ചയും കൂടി കലർന്ന ഒരു കളറ്. എന്ത് രസമാണെന്ന്. എനിക്ക് സൂപ്പർ കേട്ടോ ബീച്ച് കാണാനേ. പച്ചയും നീലയും ആയിട്ട് നല്ല രസമുണ്ട്. അടിപൊളി ബീച്ചേ. നമുക്ക് അങ്ങ് ഒരു ബോട്ട് പോകുന്നുണ്ടാവുന്ന ദൂരെ. പറഞ്ഞോ. രണ്ടുപേരെ നടുക്കിയിരിക്കണേ. വിളിച്ചപ്പോൾ വന്ന് നല്ല അനുസരണയോടുകൂടി വന്ന്, മക്കൾ വന്ന് വിളിച്ചപ്പം വന്ന് അവിടെ വന്നിരിക്കുന്നു. കരുവാട് ഉണക്കായിട്ടിരിക്കുന്ന നോക്ക്. വാള ഇതേതാണെന്ന് അറിയുന്നില്ല. കൊഴിയാളയായിരിക്കും. ഇല്ല, ഞാൻ നോക്കിയത്, ഇത് കണ്ടുകൊണ്ട് ഇറങ്ങിയത്. ഉണക്കാൻ പോണതല്ലേ? ഉണക്കാൻ. ആ ആ ആ ഉണക്കാൻ വേണ്ടിയിട്ട് കണ്ടോ.
അതിനെ രണ്ടാറ്റി കീറി ഇവിടെ വന്ന എന്നാ ഇവിടെ ജഗതി സിറ്റിക്കകത്ത് തന്നെ. ഇനി ഇത് ഉപ്പിലിടും അല്ലേ? കഴുകും അല്ലേ? ആ നന്നായിട്ട് കഴുകിയിട്ട് കഴുകി കഴുകി വൃത്തിയാക്കി ചെയ്യുള്ളൂ. കീറി കല്ലുപ്പിടും. ഓ അത് തന്നെ വലയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇത് അമ്മേരത് തന്നെ കടാ. ഓ വിൽക്കാൻ വച്ചിരിക്കണം. വേണ്ട വാള, കൊഴിയാള, ചൂര, വാളക്കരുവാടൊക്കെ എത്ര അമ്മ? 100 രൂപയ്ക്ക് 4. വാളയൊക്കെ 100 രൂപയ്ക്ക് 4. ഇത് പൊരിക്കാൻ നല്ലതാണ്. രണ്ടെണ്ണം വാങ്ങിക്കാം. പാവമല്ലേ, അവർ വിൽക്കാൻ വച്ചിരിക്കണതല്ലേ, അവർക്കൊരു ബിസിനസ് അല്ലേ. അമ്മ 2 എണ്ണം എടുക്കണേ. ഓ ഒരു പേപ്പർ ഇങ്ങനെ തന്നാൽ മതി, ഞാൻ പൊതിഞ്ഞോളാം. പേപ്പർ എടുക്കാം. ഇതിന്റെ പല്ലിത്തിരി സീനാണ്. പല്ല് ഈ പെരുമാതുറയിലെ മുതലപ്പൊഴി എന്ന് പറയുന്ന ഈ സ്ഥലം കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കുടുംബമായിട്ടൊക്കെ വന്ന് ഇരിക്കാനും വൈകുന്നേരങ്ങളിൽ വരുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. ഭയങ്കര, അല്ലെങ്കിൽ പകൽ നല്ല വെയിലായിരിക്കും. അപ്പം അവിടെ പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് നല്ല പ്രകൃതി ഭംഗിയുള്ള, അതായത് തെങ്ങിൻ തോപ്പും അങ്ങനെ പച്ചപ്പും ഒക്കെ നിറഞ്ഞ സ്ഥലമാണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.